കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഐഫ്രൈറ്റ്സിനെ കാണാനുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഓരോരോ ഐഫ്രൈറ്റ്സും ഇപ്രാവശ്യം ജയിച്ചിട്ടുള്ള JRF നെറ്റ് കിട്ടിയിട്ടുള്ളൊക്കെ ഐഫ്രൈറ്റ്സിനോട് സംസാരിക്കുമ്പം അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരുപാട് ഇൻസൈറ്റുകൾ ഞാനിങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു വീഡിയോ ആണിത് എന്നുള്ളത്. സോ ഇത് എനിക്ക് ഇന്നലെ കിട്ടിയിട്ടുള്ള നമ്മുടെ ഗായത്രിയിൽ നിന്ന് ഗായത്രി VS തിരുവനന്തപുരത്തുള്ള അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഇൻസൈറ്റാണ്. സോ ബേസിക്കലി ഒരുപാട് കാലങ്ങളായിട്ട് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്തു. സോ ബേസിക്കലി അവസാനം അപ്പോൾ ഇങ്ങനെ ഓരോ ക്വാളിഫൈ ചെയ്യാത്തതിന് പിന്നിലുള്ള ഒരുപാട് കാരണങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു ഗായത്രി. അപ്പോൾ അതിൽ കുറേ കാലമുള്ളൊരു പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഞാനൊരു ജനറൽ കാറ്റഗറി ആണല്ലോ, ജനറൽ കാറ്റഗറിക്ക് എൻ്റെ സബ്ജക്റ്റിന് വളരെ വലിയ കട്ട് ഓഫ് ആണല്ലോ, ബാക്കിയുള്ള കാറ്റഗറിക്ക് വലിയ പ്രശ്നമില്ലല്ലോ എന്നുള്ളൊരു ഫീലിങ്ങിൽ എനിക്ക് വളരെ വലിയ കട്ട് ഓഫ് കിട്ടേണ്ടതുണ്ട് എന്നുള്ള കാരണം കൊണ്ട് അത് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് സീരിയസ് ആയി പഠിക്കാൻ പറ്റാത്തൊരു കേസ് പലപ്പോഴും ഉണ്ടായിരുന്നു എന്ന് ഗായത്രി പറഞ്ഞു. ഇത് പലരും എന്നോട് പലപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്. പല ഇഫ്രൈറ്റ്സും ഞങ്ങൾ ജനറൽ കാറ്റഗറിയാണ്, ജനറൽ കാറ്റഗറി വളരെ വലിയ കട്ട് ഓഫാണ്, നമുക്ക് ഈ കട്ട് ഓഫ് നല്ല ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. അപ്പോൾ ബേസിക്കലി ഇതിൽ വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ള റിസർവേഷൻ എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്. ഡെഫിനറ്റ്ലി വരും ദിവസങ്ങൾ വരും വീഡിയോകൾ വിശദമായിട്ട് റിസർവേഷനെക്കുറിച്ചും അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളെക്കുറിച്ചും അതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യത്തെക്കുറിച്ചും എക്സിസ്റ്റിംഗ് എഫക്റ്റീവ്നെസ്സിനെ കുറിച്ചും അത് ഓരോരോ സെക്ടർ ഓഫ് കാറ്റഗറീസിനെ ബാധിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഒരു അത്യാവശ്യം ഒരു പഠനങ്ങളൊക്കെ നടത്തിയിട്ട് അക്കാഡമിക്കലി ഒരു സെറ്റ് ഓഫ് വീഡിയോസ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരിക്കലും ജനറൽ കാറ്റഗറി റിസർവ്ഡ് കാറ്റഗറി അതിൻ്റെ മെറിറ്റോ ഡിമെറിറ്റിലേക്കോ ഡിസ്കഷൻ പോകുന്നില്ല കേട്ടോ. കമൻറ്റിൽ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ്. പക്ഷേ ഇവിടെ ആ ഒരു ഗായത്രിയുടെ ഒരു പെർസ്പെക്റ്റീവ് മാറിയത് മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഗായത്രി പറഞ്ഞത് വെച്ചാൽ ആദ്യം ജനറൽ കാറ്റഗറി ആണല്ലോ, കട്ട് ഓഫ് 160 ആയിരുന്നു. സപ്പോസ് നമ്പേഴ്സൊന്നും നിങ്ങൾ അത്ര എക്സാക്റ്റ് അതാണ് എടുക്കട, 170 ആണല്ലോ മറ്റുള്ള കാറ്റഗറിയുടെ കട്ട് ഓഫ്. അപ്പോൾ എനിക്കെപ്പോൾ 160 കിട്ടുന്നുണ്ടല്ലോ, എൻ്റെ കട്ട് ഓഫ് കൂടുതലാണല്ലോ എന്നുള്ളൊരു നോഷനിൽ കുറേ കാലം സീരിയസ് ആയി പഠിക്കാൻ പറ്റാതിരിക്കുകയും കുറേ കാലം അതൊരു ഡീമോട്ടിവേറ്റിംഗ് ഫാക്ടറായിരുന്നു പറഞ്ഞത്. അവസാനം ഗായത്രി തന്നെ ആലോചിച്ചൊരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ, ബേസിക്കലി 200 കട്ട് ഓഫ്, എനിക്ക് 180 കിട്ടുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇത്ര കിട്ടുന്നു. അപ്പോൾ ബേസിക്കലി 190 എന്ന് പറയുന്ന അല്ലെങ്കിൽ സപ്പോസ് 200 കട്ട് ഓഫ് 190 കൺസിഡർ ചെയ്യാം. എനിക്ക് 180 മാർക്ക് കിട്ടുന്നു, 190 എന്ന് പറയുന്ന കട്ട് ഓഫ് കിട്ടാത്ത എന്നെ പോലെ കുറേ ആളുകളുണ്ട്. അതുപോലെ തന്നെ കൺസിഡർ റിസർവേഷനുള്ളൊരു കാറ്റഗറി എടുക്കാം. ആ റിസർവേഷനുള്ള കാറ്റഗറിയിൽ ഒരു പക്ഷേ വാട്ട് വി ക്യാൻ സേ അവരുടെ മാർക്ക് കട്ട് ഓഫ് എന്ന് പറയുന്നത് ചിലപ്പോൾ 180 ആയേക്കാം. അപ്പോൾ അവിടെ 170 കിട്ടുന്ന ആളുകളുണ്ട്, അതായത് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത. അതായത് 190 കട്ട് ഓഫുള്ള സബ്ജക്റ്റിലും അതിനേക്കാളേറെ മാർക്ക് കുറവുള്ള മെയിൻ ജനറൽ കാറ്റഗറിയിലെ ആളുകളുണ്ട്. 180 കട്ട് ഓഫുള്ളൊരു റിസർവ്ഡ് കാറ്റഗറിയിലും അതിനേക്കാളേറെ മാർക്ക് കുറഞ്ഞ ആളുകളുണ്ട്. സോ ബേസിക്കലി ഈവൻ ദോ ദർ ഈസ് റിസർവേഷൻ, ഈവൻ ദോ ദർ ഈസ് ഡിഫറെൻറ്റ് കട്ട് ഓഫ്സ്, എല്ലാ കട്ട് ഓഫും കിട്ടാത്ത ആളുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് കട്ട് ഓഫിനേക്കാളേറെ ഒരു 20 മാർക്ക് അധികം അങ്ങ് പ്ലാൻ ചെയ്ത് പഠിച്ചാൽ എനിക്ക് ജയിക്കില്ലേ? അതാണ് അവിടെ ഉള്ളൊരു ഇൻസൈറ്റായിട്ട് ഗായത്രി പറഞ്ഞത്. അപ്പോൾ അതായത് ഇപ്പോൾ 190 കട്ട് ഓഫുള്ളൊരു സബ്ജക്റ്റിൽ പ്ലാൻ വാസ് 210. അപ്പോൾ എൻ്റെ ആദ്യത്തെ പ്ലാൻ തന്നെ എൻ്റെ കാറ്റഗറിയിൽ പെടുന്ന കട്ട് ഓഫിനേക്കാളേറെ മുകളിലൊരു പ്ലാനിലേക്ക് ഞാൻ വന്നു. ഞാനത് വർക്കൗട്ട് ചെയ്തു. ഡെഫിനറ്റ്ലി എക്സാക്റ്റ് കട്ട് ഓഫൊന്നും എനിക്ക് മാർക്ക് കിട്ടിയിട്ടില്ല, ഞാൻ പ്ലാൻ ചെയ്ത മാർക്ക് കിട്ടിയിട്ടില്ല, അതിൻ്റെ താഴെയാണ് മാർക്കിട്ട്. പക്ഷേ എനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ബേസിക്കലി ഞാനിവിടെ പറയുന്നൊരു കേസ് എന്താ വെച്ചാൽ, പലരും പലപ്പോഴും പറയാറുണ്ട് എൻ്റെ കാറ്റഗറി ഇതാണ്, എനിക്ക് ഇത്ര മാർക്കാണ്, ഇതിനേക്കാളേറെ താഴെ മാർക്കുള്ള കാറ്റഗറി ഉണ്ട്, അതായിരുന്നെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു, എൻ്റെ കാറ്റഗറി ജനറലാണ്, എൻ്റെ കാറ്റഗറിയിൽ ഹയർ കട്ട് ഓഫ് ആണ് എന്നുള്ളൊരു ആസ്പെക്റ്റിൽ. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ്, എല്ലാ കാറ്റഗറിയിലുള്ള കട്ട് ഓഫും കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്, എല്ലാ കാറ്റഗറിയിലുള്ള കട്ട് ഓഫും കിട്ടുന്ന ആളുകളുമുണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങളെ കാറ്റഗറി ഏതാണെങ്കിലും അതിൻ്റെ കട്ട് ഓഫിൻ്റെ മുകളിൽ സ്കോർ നേടാൻ ഉള്ളൊരു പ്ലാനിലേക്ക്, അതായത് ബേസിക്കലി അൾട്ടിമേറ്റ്ലി ഗായത്രി ടേക്ക് ഇത്രയേ ഉള്ളായിരുന്നുള്ളൂ, ഗോൾ ബിഗ് ആക്കുക എന്നുള്ളതാണ്, എൻ്റെ ടാർഗറ്റ് ബിഗ് ആക്കുക എന്നുള്ളതാണ്. സോ അപ്പോൾ എല്ലാവരും നിങ്ങൾ വാട്ട് എവർ ദ കാറ്റഗറി, ഡോൺ വറി, നിങ്ങളുടെ കാറ്റഗറിയിലെ കട്ട് ഓഫിനേക്കാളേറെ വലിയ ഒരു ടാർഗറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഞാൻ ഉദ്ദേശമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ച എസൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരുന്നു. റിഗാർഡിംഗ് ദ റിസർവേഷൻ ആൻഡ് അതർ തിങ്സ് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി പഠനങ്ങൾ നടത്തിയിട്ട് അപ്കമിങ് വീഡിയോസിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഗോളുകൾ വലുതാക്കുക. ദാറ്റ്സ് ഇറ്റ്.